നേരത്തെ ഫസ്റ്റ് നമ്മൾ ചാപ്റ്ററിൻ്റെ ഫസ്റ്റിൽ എന്ത് പഠിച്ചിട്ടുണ്ടായിരുന്നു? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻ ഹ്യൂമൻസ്, മനുഷ്യൻ്റെ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൻ്റെ കുറച്ച് പേരുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ അനിമൽസിൻ്റെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് പറയാൻ പോകുന്നത്. ഡോഗിന് അതായത് നമ്മളെ നായകളില്ലേ, നായകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്രെഡ് ആവുന്ന ഒരു അസുഖമാണ് എന്ത്? കനൈൻ ഡിസ്റ്റംബർ. എന്താണ്? കനൈൻ ഡിസ്റ്റംബർ. അത് ഒരു രോഗം മറ്റേ ഡോഗുകൾക്ക് എന്താവും? പകർന്നുകൊണ്ടേ ഇരിക്കും. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻ ആനിമൽസ് ആണ് കേട്ടോ. ഡോഗിൻ്റെ കനൈൻ ഡിസ്റ്റംബർ. പിഗ് ഇല്ലേ, പിഗ് ആണെന്ത്? ആഫ്രിക്കൻ സ്വിൻ ഫീവർ. എന്താണ്? ആഫ്രിക്കൻ സ്വിൻ ഫീവർ. പിന്നെ ബാറ്റിൽസ് ആണെന്ത്? ലംബി സ്കിൻ ഡിസീസസ്. എന്താണ്? ലംബി സ്കിൻ. കാറ്റിൽസിൻ്റെ കേട്ടോ, കാറ്റിൽസിൻ്റെ എന്താണ്? ലംബി സ്കിൻ ഡിസീസസ്. ബേർഡ്സിൻ്റെ ആണ് ബേർഡ് ഫ്ലൂ. പക്ഷിപ്പനി വന്നിട്ട് ചത്തുപോയി, കോഴികൾ ചത്ത്, താറാവ് ചത്ത് എന്നൊക്കെ പറയുന്നത് കേൾക്കണില്ലേ, അതാണ് ബേർഡ് ഫ്ലൂ. അപ്പോൾ ഇതും നമുക്ക് എക്സാമിന് വന്നിട്ടുള്ളതാണ്. എന്ത്? ഡോഗ് കനൈൻ ഡിസ്റ്റംബർ, പിഗ് ആഫ്രിക്കൻ സ്വിൻ ഫീവർ, കാറ്റിൽസ് ലംബി സ്കിൻ ഡിസീസസ്, ബേർഡ്സ് ബേർഡ് ഫ്ലൂ. അപ്പോൾ അതും പഠിച്ചു വെക്കുക കേട്ടോ. ഇപ്പോൾ നമ്മൾ ഹ്യൂമൻസിൻ്റെ പഠിച്ചു, അനിമൽസിൻ്റെ പഠിച്ചു. ഇനി പ്ലാന്റ്സിൻ്റെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആണ് എന്ത്? റൈസിൽ ഉണ്ടാവുന്നതാണ് ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസസ്. എന്താണ്? ബ്രൗൺ ലീഫ് സ്പോട്ട് ഡിസീസസ്. പീ പ്ലാന്റ്, നമ്മളെ പയറ് ചെടിയിലാണെന്ത്? മൊസൈക്ക് ഡിസീസസ്. അത് നമ്മളെ പീ പ്ലാന്റിൽ മാത്രമല്ല കേട്ടോ, നമ്മളെ മത്തനില്ല, പംകിൻ്റെ പ്ലാന്റിനും ഒക്കെ ഉണ്ടാവാറുണ്ട് ഈ മൊസൈക്ക് ഡിസീസസ് ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മളെ കോക്കനട്ടിൻ്റെ ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്, ഈ തണ്ട് ചീയണ പരിപാടി ഉണ്ടല്ലോ, ബഡ് റോട്ട് ഓഫ് കോക്കനട്ട്. ഇതൊക്കെ എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഇൻ പ്ലാന്റ്സിൻ്റെ കമ്മ്യൂണിക്കബിൾ ഡിസീസസുകൾ ആണ്. അപ്പോൾ ഹ്യൂമൻസിൻ്റെ പഠിച്ച്, പ്ലാന്റ്സിൻ്റെ പഠിച്ച്, അനിമൽസിൻ്റെ പഠിച്ചു. ഈ 3 ആൾക്കാരെ കമ്മ്യൂണിക്കബിൾ ഡിസീസസും നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹൈജീൻ ഹാബിറ്റ്സുകളാണ്. എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഹൈജീൻ, വൃത്തിൻ്റെ കുറേ ഹാബിറ്റുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. വിച്ച് ഓഫ് ദീസ് ആർ ഗുഡ് ഹെൽത്ത് ഹാബിറ്റ്സ്? ടിക്ക് ദം. ഇതിലുള്ള ഓരോ ഗുഡ് ഹെൽത്തിന് നമ്മൾ ടിക്ക് ചെയ്യുക. മറ്റേ നമ്മൾ എന്ത് ചെയ്യും? റോങ്ങിന് നമ്മൾ തെറ്റിട്ടെടുക്കും, മറ്റേ നമ്മൾ ടിക്ക് ഇട്ടെടുക്കും. വാഷ് ഹാൻഡ്സ് ഓൺലി ആഫ്റ്റർ മീൽസ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം മാത്രം കൈ കഴുകുക. അത് ശരിയല്ല അല്ലേ, അപ്പോൾ അതിന് നമ്മൾ തെറ്റിട്ട് കൊടുത്തു. ബ്രഷ് ടീത്ത് എവറി നൈറ്റ് ആഫ്റ്റർ മീൽസ്. അത് നല്ല കാര്യമാണ് അല്ലേ. നമ്മൾ മീൽസൊക്കെ കഴിച്ച് കഴിഞ്ഞ് നൈറ്റ് എന്ത് ചെയ്യണം? ബ്രഷ് ഇട്ടിട്ട് നമ്മൾ പല്ല് തേക്കണം, ടീത്ത് ബ്രഷ് ചെയ്യണം. അത് നല്ലൊരു കാര്യമാണ്, അപ്പോൾ അതിന് ടിക്കിട്ട് കൊടുത്തു. ഡു നോട്ട് ട്രിം ദ നെയിൽസ് ഓഫ് ഫീറ്റ് ആൻഡ് ഹാൻഡ്സ്. കൈയും കാലിലും നഖമൊക്കെ മുറിക്കാത്ത നല്ല കാര്യമാണോ? അതൊക്കെ മുറിക്കാതെ ഇങ്ങനെ വളർത്തി വെക്കുന്നത് അല്ലല്ലേ, ഒരു മോശപ്പെട്ട പരിപാടിയാണ്. അപ്പോൾ അതിന് നമുക്ക് തെറ്റിട്ട് കൊടുക്കാം. യൂസ് ഫുട്വെയർ വെൻ വാക്കിംഗ് ഔട്ട്സൈഡ്. നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ചെരുപ്പ് ഉപയോഗിക്കുക, നടക്കാനൊക്കെ പോകുമ്പോൾ, പുറത്തൊക്കെ ഇറങ്ങി നടക്കാൻ പോകുമ്പോൾ. അതും ഒരു നല്ല കാര്യമാണ്, അതിന് ടിക്കറ്റ് എടുക്കുക. ഈറ്റ് ഫ്രൂട്ട്സ് ദാറ്റ് ആർ നോവ്ഡ് ബൈ ബേർഡ്സ്. ഈ ബേർഡ്സൊക്കെ കൊത്തിയിട്ടിട്ടുള്ള ഫ്രൂട്ടുകളുണ്ടല്ലോ, അതെടുത്ത് കഴിക്കുക അല്ലേ. അത് നല്ലതാണോ? അങ്ങനെ തിന്നാൽ എന്താവും? ഇപ്പം നിപ്പ വൈറസ് വരും അല്ലേ, അപ്പോൾ അത് തിന്നാൻ പാടില്ല, അപ്പോൾ അതും തെറ്റ്. ഡു നോട്ട് കൺസ്യൂം സ്നാക്സ് ആൻഡ് ഡ്രിങ്ക്സ് കെപ്റ്റ് ഓപ്പൺ. നമ്മൾ ഡ്രിങ്കും സ്നാക്സും ഒന്നും എന്ത് ചെയ്യുക? ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യാതെ വെക്കുക. അത് നമ്മൾ പൂട്ടിയൊക്കെ വെച്ചു അല്ലേ, ഓപ്പണൊന്നും ചെയ്യാണ്ട് അതെന്ത് ചെയ്യും? നമ്മൾ ക്ലോസ് ചെയ്ത് പൂട്ടിയൊക്കെ വെച്ചു. അത് നല്ല പരിപാടിയാണ്. സ്പിറ്റ് ഇൻ പബ്ലിക് പ്ലേസസ്. നമ്മൾ പബ്ലിക് പ്ലേസിൽ തുപ്പുക നല്ലതാണോ? അല്ലല്ലേ. ബാത്ത് ഡെയിലി കുളിക്കുക, അതും ഒരു നല്ല ശീലമാണ്. അപ്പോൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. എന്താണ് ഈ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി? നമ്മളെ ശരീരത്തിന് സ്വന്തമായിട്ട് ഉണ്ടാവേണ്ട സാധനമാണ് എന്ത്? ഈ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്താ എന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് ദ ബോഡീസ് നാച്ചുറൽ എബിലിറ്റി ടു കൺട്രോൾ ആൻഡ് ഫൈറ്റ് പാത്തോജൻസ് വൺസ് ദ എൻ്റർ ദ ബോഡി. നമ്മളെ ബോഡിയിലേക്ക് ഇപ്പോൾ ഒരു പാത്തോജന്
ഒരു രോഗകാരി കയറി, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൈക്രോ ഓർഗാനിസംസ്, എന്തായാലും ഒരു പാത്തോജൻസ്, ഓക്കെ, പാത്തോജൻസ് എന്ന് പറയാം നമുക്ക്. നമ്മളെ ബോഡിയിലേക്കൊരു പാത്തോജൻ കയറി. അപ്പോൾ ഈ പാത്തോജൻ കയറി എന്ത് ചെയ്യും? നമ്മളെ ബോഡിക്ക് അതിനെ പുറത്ത് കളയണം അല്ലേ? കാരണം നമുക്ക് അസുഖം ഉണ്ടാകാൻ പാടില്ലല്ലോ. ആ പാത്തോജനെ നശിപ്പിക്കണം. കാരണം അത് അസുഖം ഉണ്ടാക്കുന്ന ആളാണ്. അപ്പോൾ ആളെന്ത് ചെയ്യണം? നമുക്ക് നശിപ്പിക്കണം. അപ്പോൾ അതിനെ എന്ത് ചെയ്യും? നമ്മളെ ബോഡി എന്നെ എന്ത് ചെയ്യും? ഈ കൺട്രോൾ ചെയ്യും. എങ്ങനെ? ഫൈറ്റ് ചെയ്യും ഈ പാത്തജൻസിനായിട്ട്, ഈ രോഗകാരികളായിട്ട്. അല്ലെങ്കിൽ ഈ രോഗകാരികളായിട്ട് എന്ത് ചെയ്യും? നമ്മളെ ബോഡിയിലുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഫൈറ്റ് ചെയ്യും. ഈ ഫൈറ്റ് ചെയ്യുമ്പോൾ അത് നാച്ചുറലി ഒരു ഫൈറ്റ് ചെയ്യണം. അതിനുള്ളൊരു കഴിവ് നാച്ചുറലി ആർക്ക് വേണം? നമ്മളെ ബോഡിക്ക് വേണം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാച്ചുറൽ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എന്താണ്? ബോഡിയിലേക്ക് ഒരു പാത്തോജൻ, ഒരു രോഗകാരി കയറിയാൽ അതിനെ സ്വന്തമായിട്ട് തന്നെ കൺട്രോൾ ചെയ്യാനും ആ പാത്തോജനോട് ഫൈറ്റ് ചെയ്യാനും നമ്മളെ ബോഡിക്ക് ഒരു എബിലിറ്റി, വേറൊരു സാധനം കൊടുക്കാതെ നാച്ചുറലായിട്ട് തന്നെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുക? നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. പക്ഷേ ഒരു സംഭവം ഉണ്ട് കേട്ടോ, ഈ നാച്ചുറൽ എബിലിറ്റി ഓരോ പേഴ്സൺസിലും വ്യത്യാസം ഉണ്ടാവും. എങ്ങനെയാണ് ഈ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ആ എബിലിറ്റി, ഈ ബോഡി പാത്തജനായിട്ട് കൺട്രോൾ ചെയ്യാനും ഫൈറ്റ് ചെയ്യാനൊക്കെ ഉള്ള ആ ഒരു എബിലിറ്റി ഉണ്ടല്ലോ, ആ ഒരു കഴിവുണ്ടല്ലോ, അത് ഓരോ ആൾക്കാരിലും ഓരോ പേഴ്സൺസിലും എന്താണ്? ഡിഫറെൻ്റ് ആയിരിക്കും. ദിസ് എബിലിറ്റി വേരിയസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ഓരോ ആൾക്കാരിലും അതെന്താണ്? ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ നമ്മളിപ്പോൾ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി പഠിച്ചു അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് എന്ത്? അക്വയർഡ് ഇമ്മ്യൂണിറ്റി. ഈ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ വാക്സിനേഷൻ കേട്ടിട്ടുണ്ടല്ലേ? കുട്ടികളെ വാക്സിന് കൊണ്ടുപോയി, പോളിയോ കൊടുത്തു, കുത്തിവെപ്പ് എടുത്തു, അങ്ങനെയുള്ള ഓരോ സംഭവങ്ങൾ. ഈ വാക്സിനേഷൻ, കുത്തിവെപ്പ് എടുക്കുക അല്ലേ? അത് നമ്മൾ കേൾക്കാറുണ്ട്. ഈ കുത്തിവെപ്പ് എടുത്തിട്ട് നമ്മളെ ബോഡിക്ക് കിട്ടുന്നൊരു എബിലിറ്റി ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്? അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. എന്താണ്? വാക്സിനേഷൻ, കുത്തിവെപ്പ് എടുത്തിട്ട്, ഒരു അസുഖത്തിനെതിരെയുള്ള കുത്തിവെപ്പ് എടുത്തിട്ട് നമ്മളെ ബോഡിക്ക് കിട്ടുന്ന ഒരു എബിലിറ്റി ഉണ്ടല്ലോ, ആ ഒരു എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇമ്മ്യൂണിറ്റി ഡെവലപ്ഡ് ബൈ ടേക്കിംഗ് വാക്സിനേഷൻ എഗെയിൻസ്റ്റ് സർട്ടീൻ ഡിസീസസ്. ഇപ്പോൾ പോളിയോൻ്റെ കുത്തിവെപ്പ് എടുത്താൽ എന്താണ്? പോളിയോൻ്റെ രോഗകാരികൾ നമ്മളെ ബോഡിയിൽ വന്നാൽ അതിനെതിരെയുള്ള എന്ത് ചെയ്യും അല്ലേ? ടെറ്റനസിൻ്റെ കുത്തിവെപ്പ് എടുത്താൽ ടെറ്റനസിൻ്റെ രോഗകാരികൾ വന്നാൽ നമ്മളെ ബോഡി എന്ത് ചെയ്യും? അതിനെ ഇമ്മ്യൂണിറ്റി ചെയ്യും. അതിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് നമ്മളെ ബോഡിക്കുണ്ടാവും. അതെങ്ങനെ കിട്ടിയതാണ്? ആ വാക്സിനേഷൻ ചെയ്തത് കൊണ്ട് കിട്ടിയതാണ്. അങ്ങനെ കിട്ടുന്നതിനാണ് നമ്മൾ അക്വയർഡ് ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ ഇമ്മ്യൂണിറ്റി ഡെവലപ്ഡ് ബൈ ടേക്കിംഗ് വാക്സിനേഷൻസ് എഗെയിൻസ്റ്റ് സർട്ടീൻ ഡിസീസസ് ഫോർ വിച്ച് ദ ബോഡി കനോട്ട് ഡെവലപ്പ് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി. ഇതെന്താണ്? അങ്ങനെയുള്ള ഇപ്പോൾ ഒരു രോഗകാരി, ഇപ്പോൾ ഒരു ടെറ്റനസിൻ്റെ രോഗകാരി നമ്മളെ ബോഡിക്ക് വന്നാൽ എന്ത് ചെയ്യാൻ കഴിയൂല? നമ്മളെ നാച്ചുറൽ ഇമ്മ്യൂണിറ്റി അവിടെ ഡെവലപ്പ് ആയി പോയാൽ പോലും അതിന് നമുക്ക് നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കൊണ്ട് തടയാൻ വേണ്ടിയിട്ട് സാധിക്കൂല. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമ്മളെ വാക്സിനേഷൻ എടുത്തിട്ടുള്ള നമ്മളെ ബോഡിയിലുണ്ടാവും ആ ഒരു ഇമ്മ്യൂണിറ്റി. അതെന്ത് ചെയ്യും? നമ്മളെ ബോഡിക്ക് അതിനെ കൺട്രോൾ ചെയ്യാനും അതിനോട് ഫൈറ്റ് ചെയ്യാനും ഒരു എബിലിറ്റി കിട്ടും. അങ്ങനെ ഉള്ളതാണ് എന്ത്? അക്വയർഡ് ഇമ്മ്യൂണിറ്റി. അതിന് ഉദാഹരണമാണ് നമുക്കിവിടെ തന്നിട്ട് നമ്മളിപ്പോൾ പറഞ്ഞ പോളിയോ ആൻഡ് ഹെപ്പറ്റൈറ്റിസ് ഒക്കെ എന്താണ്? അക്വയർഡ് ഇമ്മ്യൂണിറ്റിയിൽ പെട്ടതാണ്.